സ്തുതിക്കുന്നു. ഈ ബൈബിൾ പഠന പരമ്പരയിൽ എനിക്കും പങ്കാളിയായി തീരുവാനായിട്ട് ദൈവം കൃപ ചെയ്തോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്കും അതിലൊരു ഓഹരി പങ്ക് ദൈവം തന്നോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇതിൽ ക്ലാസ് എടുക്കുവാനായിട്ട് എനിക്കും സന്ദർഭം ഒരുക്കി തന്ന ഈ SBS പത്തനംതിട്ടയുടെ ഭാരവാഹികളോട് ഞാൻ എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നിങ്ങളുടെ എല്ലാവിധമായ പ്രാർത്ഥനയ്ക്കും സഹകരണത്തിനുമായിട്ട് ഞാൻ നന്ദി അറിയിക്കുന്നു. കഴിഞ്ഞ 4 ആഴ്ചകളിൽ നമുക്ക് ഒരുമിച്ച് ദൈവവചനം പഠിക്കുവാനായിട്ട് ദൈവം സഹായിച്ചു. പത്രോസിന്റെ 2-ാം ലേഖനം 3 അധ്യായങ്ങൾ ഉള്ളൂ എങ്കിലും അതൊരു 5 ക്ലാസ് കൊണ്ട് പഠിച്ചു തീർക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. എനിക്കത് പൂർണ്ണമായിട്ടും ആ നിലയിൽ വിശദീകരിച്ച് പഠിപ്പിക്കുവാനായിട്ടുള്ള സമയം ലഭിച്ചിട്ടില്ല. എന്നാൽ നമുക്ക് അത്യാവശ്യം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട അനേക കാര്യങ്ങൾ പഠിക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചു. പ്രത്യേകിച്ച് പത്രോസിന്റെ 2-ാം ലേഖനം അധികം ആരും അങ്ങനെ പഠിക്കാത്ത ഒരു ലേഖനമാണ്. അധികവും 1-ാം ലേഖനത്തിനാണ് അധികവും പ്രാധാന്യം കൊടുക്കുന്നത്. 2-ാം ലേഖനം നാം പഠിക്കുമ്പോൾ അന്ത്യകാലത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന അനേക കാര്യങ്ങൾ പത്രോസിന്റെ 2-ാം ലേഖനത്തിലാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അത് കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ പഠിക്കുകയുണ്ടായല്ലോ. കഴിഞ്ഞ ആഴ്ചയിൽ 2-ാം അധ്യായത്തിന്റെ 16 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് ധ്യാനിക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചു. ഇന്ന് നാം അതിൻ്റെ തുടർന്നുള്ള വാക്യങ്ങൾ പഠിക്കുവാനായിട്ട് പെട്ടെന്ന് അതൊന്ന് ചിന്തിച്ചു പോകാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ 10 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ പഠിച്ചത് ഡിസ്ക്രിപ്ഷൻ ഓഫ് ഫാൾസ് ടീച്ചേഴ്സ്, അതായത് അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ദുരുപദേഷ്ടാക്കന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വിവരണമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞത്. ഇന്ന് അതിൻ്റെ 17 മുതൽ ഉള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് അവരെക്കുറിച്ചുള്ള അല്ലെങ്കിൽ അവര് സമൂഹത്തിനും സഭയ്ക്കും വരുത്തി വെച്ചിരിക്കുന്നതായ നാശം, ഡിസ്ട്രക്ഷൻ ബൈ ഫോൾസ് ടീച്ചേഴ്സ്. 2-ാം അധ്യായം അതിൻ്റെ 17 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കതാണ് കാണുവാനായിട്ട് കഴിയുന്നത്. ഈ ദുരുപദേഷ്ടാക്കന്മാരെ കുറിച്ച് പൗലോസ് പറയുമ്പോൾ അവരെക്കുറിച്ചുള്ള അല്ലെങ്കിൽ അവരാരാണ് എന്നുള്ളതിനെ കുറിച്ച് അനേക കാര്യങ്ങൾ ഈ 2-ാം അധ്യായത്തിൽ പത്രോസ് വിവരിക്കുന്നുണ്ട്. അവർ തന്നെ മുഴുവൻ പാപത്തിൽ കഴിയുന്നവരാണ്. പക്ഷേ അങ്ങനെ പാപത്തിൽ കഴിയുന്ന ആളുകൾ മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യം വരുത്തുവാൻ ആയിട്ട് ശ്രമിക്കുന്ന ഒരു പ്രവണതയാണ് 2-ാം അധ്യായത്തിൽ പത്രോസ് വിവരിച്ചിരിക്കുന്നത്. നാം അതിന്റെ 17 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന അവർ വെള്ളമില്ലാത്ത കിണറുകൾ, കൊടുങ്കാറ്റ് കൊണ്ട് ഓടുന്ന മഞ്ഞുമേഘങ്ങൾ ആകുന്നു. കൂരിരുട്ട് സംഗ്രഹിച്ചിരിക്കുന്നവർ, വഴിതെറ്റി നടക്കുന്നവർ, ഇങ്ങനെയുള്ള വമ്പ് പറയുന്നവർ, ദുഷ്കാമ പ്രവർത്തികളാൽ കാമഭോഗങ്ങളിൽ അവർ കുടുക്കുവാനായിട്ട് ശ്രമിക്കുന്നു. 19-ാം വാക്യത്തിൽ പറയുകയാണ്, തങ്ങൾ തന്നെ നാശത്തിന്റെ അടിമകളായിരിക്കെ മറ്റവർക്കും സ്വാതന്ത്ര്യത്തെ വാഗ്ദത്തം ചെയ്യുന്നു. അപ്പം അവര് വളരെ പാപത്തിൽ ജീവിക്കുന്ന ആളുകളാണ്, നാശത്തിന്റെ അടിമകളായിരിക്കുകയാണ്. എന്നിട്ട് അവര് മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യം പറയുകയാണ്. നമ്മുടെ കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ പരീശന്മാരെ കുറിച്ച് പറഞ്ഞ കാര്യം നമുക്കറിയാം. അവര് കടലും കരയും ചുറ്റി നടന്ന് ആളുകളെ മതത്തിൽ ചേർക്കുന്നു, എന്നിട്ട് അവരെ ഇരട്ടി നരകത്തിന് യോഗ്യരാക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞു. അത് ഒരു കണക്കിന് ഈ ഫാൾസ് ടീച്ചേഴ്സ്, അതായത് ദുരുപദേഷ്ടാക്കന്മാരുടെ കൂടെ സ്വഭാവമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അവരൊക്കെ വലിയ നാശമുണ്ട് എന്നുള്ള കാര്യം പത്രോസ് പറയുകയാണ്. ദൈവം അവരെ നശിപ്പിക്കും, ദൈവം അവർക്ക് ശിക്ഷാവിധി വരുത്തും എന്നുള്ള കാര്യം പത്രോസ് പറയുന്നുണ്ട്. അതിന്റെ 21-ാം വാക്യത്തിൽ പ്രത്യേകിച്ച് പത്രോസ് പറയുന്ന ഒരു കാര്യം, അതിന്റെ 21-ാം വാക്യം ഞാൻ വിവരിക്കുന്നില്ല.
2-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം, തങ്ങൾക്ക് ഏൽപ്പിച്ചു കിട്ടിയ വിശുദ്ധ കൽപ്പനയെ നീതിയുടെ വഴി അറിഞ്ഞ ശേഷം വിട്ടുകളയുന്നതിനേക്കാൾ അത് അറിയാതിരിക്കുന്നത് അവർക്ക് നന്നായിരുന്നു. അപ്പൊ ദൈവത്തിന്റെ നീതിയുടെ വഴി അറിഞ്ഞ ശേഷം അത് വിട്ടുകളയുന്നതിനേക്കാൾ അറിയാതിരിക്കുന്നത് നന്നായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ ഒരു വിശദീകരണം ആവശ്യമായിരുന്നു. പക്ഷെ സമയം എന്നെ അനുവദിക്കുന്നില്ല. എന്നാൽ അവിടെ ആ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന നീതിയുടെ വഴി, ഈ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ 3 പ്രാവശ്യം 3 വഴികളെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു ദ വേ ഓഫ് ട്രൂത്ത്, ദ വേ ഓഫ് ദ ട്രൂത്ത്, അതായത് സത്യത്തിന്റെ വഴി എന്ന് പത്രോസ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. 2-ാം അധ്യായം 15-ാം വാക്യത്തിൽ ദ റൈറ്റ് വേ എന്ന് പത്രോസ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതായത് നേർവഴി, വിട്ടുകളഞ്ഞ എന്ന് നാം കാണുന്നുണ്ട്. 21-ാം വാക്യത്തിൽ നീതിയുടെ വഴി, ദ വേ ഓഫ് റൈച്ചസ്നസ്. അപ്പൊ ദുരുപദേഷ്ടാക്കന്മാർ ഇത് 3 വിട്ടുകളഞ്ഞവരാണ്. ഏത് 3 വിട്ടുകളഞ്ഞ? 1, അവർ സത്യത്തിന്റെ വഴി വിട്ടുകളഞ്ഞു. 2, അവർ നേർവഴി വിട്ടുകളഞ്ഞു. 3, അവർ നീതിയുടെ വഴി വിട്ടുകളഞ്ഞു. അപ്പൊ വിശ്വാസികളായ ദൈവമക്കളായ നമ്മെ സംബന്ധിച്ച് നമ്മളിത് 3 മുറുകെ പിടിക്കേണ്ടവരാണ്. അതായത് നമ്മൾ സത്യത്തിന്റെ വഴിയിൽ നടക്കേണ്ടവരാണ്. ഇന്ന് എവിടെ നോക്കിയാലും സത്യം നമുക്ക് കാണുവാനായിട്ട് കഴിയില്ല. അസത്യമാണ് എല്ലായിടത്തും പ്രചരിപ്പിക്കപ്പെടുന്നത്. അതുപോലെ നേർവഴിയില്ലാത്തതായ അവസ്ഥ. പിന്നെയും നമുക്ക് കാണുവാൻ കഴിയുന്ന നീതിയുടെ വഴിയില്ല, നീതിയും ഇല്ലാത്ത ഒരവസ്ഥയാണ്. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ച് നമ്മൾ ഈ ഫോൾസ് ടീച്ചേഴ്സിനെ പോലെ ആകാതെ ഈ 3 വഴികളും പിടിച്ച്, അല്ലെങ്കിൽ നാം അത് മുറുകെ പിടിച്ചുകൊണ്ട് ആ വഴികളിൽ നടക്കുന്നവരായിരിക്കണം എന്നുള്ളത് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇനി നാം അതിന്റെ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, 3-ാം അധ്യായം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, ഞാൻ ഇന്ന് സമയം വളരെ ചുരുക്കവും അതുപോലെ ഇതിന്റെ കൺക്ലൂഷനുമാണല്ലോ. 3-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പെട്ടെന്ന് ചില കാര്യങ്ങൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന വിശ്വാസികളുടെ പ്രത്യാശയും ക്രിസ്തുവിന്റെ വീണ്ടും വരവും എന്നുള്ളതാണ്. 3-ാം അധ്യായത്തിൽ 18 വാക്യങ്ങളാണ് നമുക്ക് ഉള്ളത്. ആ 18 വാക്യങ്ങളും നമ്മൾ വായിച്ച് പഠിക്കുമ്പോൾ വിശ്വാസികളുടെ പ്രത്യാശ വർദ്ധിക്കുന്നതായ കാര്യങ്ങൾ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതിന്റെ 1-2 വാക്യങ്ങളിൽ അപ്പോസ്തലനായ പത്രോസ് പറയുകയാണ്, വിശുദ്ധ പ്രിയമുള്ളവരെ, ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് എഴുതുന്നത് 2-ാം ലേഖനമല്ലോ, വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങളും നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതാവുമായവൻ തന്ന കൽപ്പനയും ഓർത്തുകൊള്ളണമെന്ന് ഈ ലേഖനം 2-നാലും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി നിങ്ങളുടെ പരമാർത്ഥ മനസ്സ് ഉണർത്തുന്നു. 1-2 വാക്യങ്ങളിൽ പത്രോസ് പറയുകയാണ്, അവരെ ഈ 2-ാം അധ്യായത്തിൽ ദുരുപദേഷ്ടാക്കന്മാരെ കുറിച്ച് പ്രതിപാദിച്ച ശേഷം അന്ത്യകാലത്ത് രംഗപ്രവേശനം ചെയ്യുന്ന ചില പരിഹാസികളിലേക്ക് പത്രോസ് തന്റെ വായനക്കാരുടെ ശ്രദ്ധയെ തിരിക്കുക. കഴിഞ്ഞ കാലത്തിലെ പോലെ ദൈവവചനത്തോട് പറ്റി നിൽക്കുവാനുള്ള ബുദ്ധിയുപദേശമാണ് പ്രാരംഭത്തിൽ തന്നെ പത്രോസ് നൽകുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങൾ അവർ സദാ സ്മരിക്കണം എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം തിമോഥെയോസിന്റെ ലേഖനത്തിലും തീത്തോസിന്റെ ലേഖനത്തിലും അതുപോലെ പത്രോസിന്റെ ലേഖനത്തിലും യോഹന്നാന്റെ ലേഖനത്തിലൊക്കെ അന്ത്യകാലത്ത് സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച്, വിശ്വാസത്യാഗത്തെക്കുറിച്ചൊക്കെ ദൈവദാസന്മാർ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളെ അവർ ഓർത്തിരിക്കണം എന്നുള്ളത് വീണ്ടും പത്രോസ് അവരെ ഓർമ്മപ്പെടുത്തുകയാണ്, അവരെ ഉണർത്തിക്കുകയാണ്. ആ വിഷയം പത്രോസ് പറയുന്നത് നിങ്ങളുടെ പരമാർത്ഥ മനസ്സ് ഉണർത്തുന്നു എന്നാണ്. അവരെ ആ കാര്യം പറഞ്ഞ് വീണ്ടും പത്രോസ് ഓർമ്മിപ്പിക്കുക. കാരണം എന്താണ്? നാം 3-4 വാക്യങ്ങളിലേക്ക്, തുടർന്നുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, അതിന്റെ 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നാം വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന ഈ സ്കോഫേഴ്സ്, അതായത് പരിഹാസികൾ പരിഹസിക്കുന്ന ഒരു അനുഭവമാണ്. അവര് 3-4 വാക്യങ്ങളിൽ നമ്മളിങ്ങനെ, അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നത് പോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന്
വിശേഷാൽ അറിഞ്ഞുകൊള്ളുവിൻ. അതുകൊണ്ടാണ് പത്രോസ് മുൻ പറഞ്ഞ കാര്യങ്ങൾ പ്രവാചകന്മാർ, വിശുദ്ധ പ്രവാചകന്മാർ മുൻ പറഞ്ഞ വചനങ്ങൾ അവർ ഓർത്തിരിക്കണം. അവർ ഈ ദുരുപദേഷ്ടാക്കന്മാരുടെ അല്ലെങ്കിൽ പരിഹാസികളുടെ വഞ്ചനയിൽ, അവരുടെ കുടുക്കിൽ, അവരുടെ കെണിയിൽ അവരകപ്പെടരുത് എന്ന കാര്യം പത്രോസ് ഇവിടെ ഓർമ്മിപ്പിക്കുന്ന. പരിഹാസികൾ എഴുന്നേൽക്കും എന്നത് പ്രവാചകന്മാർ മുമ്പ് കൂട്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തലന്മാരും അത് പറഞ്ഞിട്ടുണ്ട്. ഇത് ഈ അന്ത്യകാലത്ത് നമുക്കും അറിയാം, ഇന്ന് നമ്മളൊരു അന്ത്യകാലത്താണ് എത്തിയിരിക്കുന്നത്. പരിഹാസികളും അതുപോലെ ദുരുപദേഷ്ടാക്കന്മാരൊക്കെ പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നാം ആയിരിക്കുമ്പോൾ ദൈവവചനത്തിലെ സത്യങ്ങൾ യഥാർത്ഥമായി മനസ്സിലാക്കി അത് മുറുകെ പിടിച്ചുകൊണ്ട് വിശ്വാസത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിനെ കാത്തിരിക്കുന്നവരായിരിക്കണം നാം എന്നുള്ളത് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. വിശ്വാസികൾ, ദൈവമക്കൾ അത് വിസ്മരിക്കുവാനായിട്ട് പാടില്ല. ഈ പരിഹാസികൾ തങ്ങളുടെ സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നവരാണ്. ഭാവി ന്യായവിധിയെ പാടെ അവഗണിച്ച് സമ്പൂർണ്ണ സ്വാതന്ത്ര്യത്തിന്റെ വക്താക്കളായി അവർ നിലകൊള്ളും. അവരുടെ ഒന്നാമത്തെ വാദം ക്രിസ്തുവിന്റെ പുനരാഗമനം സംബന്ധിച്ചുള്ളതാണ്. അതാണ് ഇവിടെ പത്രോസ് ഓർമ്മിപ്പിക്കുന്നത്. അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ എന്ന് പറഞ്ഞാൽ, കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്ന എവിടെ? ഇത്ര കാലമായിട്ടും കർത്താവ് വരുന്നില്ലല്ലോ എന്നുള്ളത് അവർ കളിയാക്കി പറയുകയാണ്. രാജ്യം സ്ഥാപിക്കാൻ കർത്താവ് വരുന്നതിനെ കുറിച്ച് ഒരുപക്ഷെ അവർക്ക് അറിവുണ്ടായിരിക്കും. എന്നാൽ ഇവിടെ അതല്ല അവർ ഉദ്ദേശിക്കുന്നത്. രണ്ട് വാദഗതിയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഒന്ന്, പിതാക്കന്മാരെല്ലാം മൺമറഞ്ഞു, ലോകം സ്ഥിരമായ ലോകമാണ്, അത് എന്നത്തേതുപോലെ ഇപ്പോഴും ഇരിക്കുന്നു, വാഗ്ദത്തം ഉണ്ടായിട്ട് വളരെ കാലമായി, പുനരാഗമനത്തിന്റെ വാഗ്ദത്തത്തിന് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞവർ കളിയാക്കുന്ന ഒരവസ്ഥയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ പരിഹാസികൾ കർത്താവായ യേശുക്രിസ്തു വരുമെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ളതിനെ കുറിച്ച് പരിഹസിച്ച് പറയുകയാണ്. അതിന് ഉള്ളതായ മറുപടിയാണ് പത്രോസ് പറയുന്നത്. 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ ആ കാര്യം പത്രോസ് പറയുന്നുണ്ട്. അവിടെ പത്രോസ് പറയുന്ന, ലോകത്തിൽ അസാധാരണമായി ഒന്നും സംഭവിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന പരിഹാസികളുടെ വാദത്തിന് പത്രോസ് ഇവിടെ മറുപടി നൽകുകയാണ്. പത്രോസ് പറയുന്നത്, ലോക ചരിത്രത്തിൽ ചില അസാധാരണ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് പൗലോസ് ഇവിടെ വിവരിക്കുകയാണ്. പൗലോസ് പറയുന്നത് പണ്ടുള്ള ലോകത്തെയും ഇപ്പോഴുള്ള ലോകത്തെയും വരുവാനുള്ള ലോകത്തെയും കുറിച്ചാണ് പൗലോസ് വിവരിക്കുന്നത്. 5-6 വാക്യങ്ങളിൽ പൗലോസ് പറയാണ്, ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താൽ ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിന്റെ വചനത്താൽ ഉണ്ടായി എന്നും അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചു എന്നും. അപ്പം പുരാതന ലോകം വെള്ളത്താൽ നശിച്ചു എന്നും ഇന്നുള്ള ലോകം തീയാൽ നശിക്കും എന്നും താനിവിടെ വെളിപ്പെടുത്തുകയാണ്. അതാണ് 7-ാം വാക്യത്തിൽ പറയുന്നത്. ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിക്കുവാനുള്ള ദിവസത്തേക്ക് കാത്തിരിക്കുന്നു എന്നും അവർ മനസ്സോടെ മറന്നു കളഞ്ഞു. അതായത് ഇവിടെ 2 ആശയങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒന്ന്, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ കാണുന്ന കാര്യങ്ങളാണ് എന്ന് ചിലർ പറയുന്നു. ആദ്യത്തെ ഭൂമി അന്നത്തെ നിവാസികളുടെ പാപനിമിത്തം പാഴായും ശൂന്യമായും ഇരുന്നു എന്നും വെള്ളം ആ ഭൂമിയെ നശിപ്പിച്ചു എന്നും ഒരു കൂട്ടർ വിശ്വസിക്കുന്നു. എന്നാൽ രണ്ടാമത്തെ കാര്യം മറ്റൊരു കൂട്ടർ അഭിപ്രായപ്പെടുന്നത്, പത്രോസ് ഇവിടെ പറയുന്നത് നോഹയുടെ കാലത്തെ ജലപ്രളയത്തെ കുറിച്ചാണ്. അന്ന് ജനം വളരെയധികം വഷളായി നടന്ന നിമിത്തം ദൈവം ആ ഭൂമിയെ ന്യായം വിധിച്ചു, വെള്ളത്താൽ ആ ഭൂമിയെ നശിപ്പിച്ചു എന്നുള്ളത് ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായത്തിൽ നമ്മൾ അത് കാണുന്നുണ്ട്. അതാണ് കുറെ കൂടെ അംഗീകാരമായിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് അംഗീകരിക്കുവാൻ കഴിയുന്ന കാര്യം. ഇതിൽ ഏതഭിപ്രായം സ്വീകരിച്ചാലും ഈ ഭൂമി മുമ്പ് ചില വ്യതിയാനങ്ങൾക്ക് വിധേയമായിട്ടുണ്ടെന്നും ഇനിയും ഇങ്ങനെ ഉണ്ടാകുവാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയയില്ലെന്നുമുള്ള കാര്യമാണ് പത്രോസ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. അതിന്റെ 7-ാം വാക്യത്തിൽ പത്രോസ് എന്താണ് പറയുന്നത്?
അഗ്നിയാലുള്ള നാശം അത് ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. നമ്മൾ തിരുവെഴുത്ത് പഠിക്കുമ്പോൾ പുതിയ നിയമത്തിൽ ഈ വാക്യങ്ങളിൽ മാത്രമാണ് ഭൂമിയെ തീ കൊണ്ട് നശിപ്പിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മൾ ശ്രദ്ധിക്കുക, അതിന്റെ 3-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം ശ്രദ്ധിക്കുക. ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചു. ഇനി അതിന്റെ തന്നെ 10-ാം വാക്യം ശ്രദ്ധിക്കുക. 10-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും, അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോവുകയും ചെയ്യും. അപ്പൊ ഭൂമിയെ ഇനി, അതായത് ജലപ്രളയത്താൽ ദൈവം ഭൂമിയെ നശിപ്പിച്ചതിന് ശേഷം ദൈവം പറഞ്ഞു ഇനി ജലപ്രളയത്താൽ ഭൂമിയെ നശിപ്പിക്കുകയില്ല. പക്ഷെ ഇനിയും ദൈവം ഭൂമിയെ നശിപ്പിക്കും. എങ്ങനെയാണ് നശിപ്പിക്കുന്നത്? അത് തീയിനാലാണ് എന്നുള്ള കാര്യം അവിടെ പറഞ്ഞിട്ടില്ല. പക്ഷെ പത്രോസ് അതിവിടെ വിവരിക്കുകയാണ്. തീയിനാൽ ദൈവം ഈ ഭൂമിയെ നശിപ്പിക്കും എന്നുള്ള കാര്യം പത്രോസ് പറയുന്നു. അതിന്റെ 11-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, ഇങ്ങനെ ഇവ ഒക്കെയും അഴിയുവാനുള്ളതായിരിക്കാൽ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുമുള്ള ദൈവദിവസത്തിന്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട്. അപ്പോൾ ഇവിടെ ഇതെല്ലാം ഭൂമി, ഈ ആകാശവും ഭൂമിയും തീയിനാൽ നശിപ്പിക്കപ്പെടും എന്നുള്ള കാര്യം ഇപ്പോഴത്തെ ലോകം അതേ വചനത്താൽ പുരാതന ലോകം വെള്ളത്താൽ നശിച്ചു പോയതുപോലെ ഇപ്പോഴത്തെ ലോകം അതേ വചനത്താൽ തീയാൽ നശിക്കും എന്നുള്ള കാര്യം പത്രോസ് ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ പഴയ നിയമം പരിശോധിച്ചാൽ അനേക സ്ഥലങ്ങളിൽ അത് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. യെശയ്യാപ്രവചനത്തിൽ 29-ാം അധ്യായം 6-ാം വാക്യം, അതുപോലെ 30-ാം അധ്യായം 30-ാം വാക്യം, 66-ന്റെ 15, 16 ഈ ഭാഗങ്ങളിലെല്ലാം ഭൂമിയെ ദൈവം നശിപ്പിക്കുവാൻ പോകുന്നതിന്റെ കാര്യത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെ പത്രോസ് ആ കാര്യം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും, പ്രളയം മൂലം അന്നത്തെ ഭക്തികെട്ട മനുഷ്യർക്ക് ന്യായവിധിയും നാശവും സംഭവിച്ചതുപോലെ അഗ്നിപ്രളയം മൂലവും സംഭവിക്കും. അതായത് ഈ ഭൂമിയെ ദൈവം ഈ ഭൂമിയെ നശിപ്പിക്കും എന്നുള്ള കാര്യം പത്രോസ് ഓർപ്പിക്കുകയാണ്. അല്ലെങ്കിൽ പത്രോസ് പറയുകയാണ്, തീയിനാൽ നശിപ്പിക്കും. നമുക്കറിയാം, ഇപ്പം ഇന്ന് ഭൂമിയിൽ ആണവ നിലയങ്ങൾ, ആറ്റം ബോംബ്, മിസൈലുകള്, ഇതെല്ലാം ലോകരാഷ്ട്രങ്ങളും ഇതെല്ലാം പൊട്ടി എപ്പോഴ് ഈ ലോകത്തിൽ വലിയ നാശമുണ്ടാകുമെന്ന് ലോകത്തിലുള്ള ജനങ്ങൾ തന്നെ വളരെ ഭയപ്പാടിലാണ്. നമുക്കറിയാലോ, ഇപ്പം ഇസ്രായേൽ ഹമാസ് യുദ്ധം നടക്കുകയാണ്. അപ്പോൾ ഈ യുദ്ധത്തിൽ പോലും എല്ലാ രാഷ്ട്രങ്ങളും നോക്കുന്ന ഒരു കാര്യം, ഇവരാരെങ്കിലും ഈ അണുബോംബുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതായ മാരകമായ ബോംബുകൾ വർഷിക്കുമോ എന്നുള്ള ഭയപ്പാടിലാണ് ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ അപ്പോൾ തന്നെ പത്രോസ് ഈ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ ദൈവമക്കളോടുള്ള ദൈവത്തിന്റെ കരുണയെക്കുറിച്ചും ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പരിഹാസികൾ മനസ്സോടെ ഈ കാര്യം മറക്കുന്നുവെങ്കിലും നിങ്ങൾ മറക്കരുത്, ദൈവത്തിന്റെ മക്കളായ നിങ്ങൾ മറക്കരുത് എന്ന കാര്യം പത്രോസ് പറയുകയാണ്. എന്നിട്ട് പത്രോസ് പറയുന്നു, അതിന്റെ 8-ാം വാക്യം, എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്നീ കാര്യം നിങ്ങൾ മറക്കരുത്. എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? കർത്താവിന്റെ വാഗ്ദത്തം നിർവഹിക്കുവാനായിട്ട് കർത്താവ് താമസിക്കുന്നില്ല. നമ്മുടെ മാസങ്ങളും നമ്മുടെ കാലങ്ങളും പോലെ അല്ല ദൈവത്തിന്റെ കാലം. ദൈവത്തിന്റെ കാലത്തിനും അല്ലെങ്കിൽ ദൈവത്തിന്റെ സമയത്തിനും നമ്മുടെ മനുഷ്യന്റെ സമയത്തിനും വ്യത്യാസമുണ്ട് എന്നുള്ള കാര്യം പത്രോസ് ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കതിന്റെ 8-9 വാക്യങ്ങളിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും. വൈ ഷുഡ് ദ ലോർഡ് ബി സോ ലോങ് ഇൻ കമ്മിങ്? കർത്താവിന്റെ വരവ് എന്തുകൊണ്ട് താമസിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് 2 ഉത്തരങ്ങളാണ് പത്രോസ് ഇവിടെ നൽകുന്നത്. ഒന്ന്, ദൈവത്തിന്റെ സമയം, ഗോഡ് കൗണ്ട്സ് ടൈം ഡിഫറൻറ്റ്ലി ദാൻ ഡസ് മാൻ. മനുഷ്യൻ ചിന്തിക്കുന്ന പോലെ അല്ലെങ്കിൽ മനുഷ്യന്റെ കാൽക്കുലേഷൻ പോലെ അല്ല ദൈവത്തിന്റെ സമയം. അതുപോലെ തന്നെ വിത്ത് ദ ലോർഡ് എ ഡേ ഈസ് ലൈക്ക് 1000 and 1000 years ലൈക്ക് എ ഡേ. ഒരു ദിവസം
1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും. അപ്പൊ ദൈവത്തിന് ആ സമയം ഒരു പ്രതിബദ്ധതയല്ല എന്നുള്ള കാര്യം പത്രോസ് ഇവിടെ ഓർപ്പിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, the Lord returns seems to be long in coming, that God wants as many people to be saved as possible. ആരും നശിച്ചു പോകാതെ എല്ലാവരും രക്ഷ പ്രാപിക്കുവാനായിട്ട് ദൈവം കാത്തിരിക്കുന്നു എന്നുള്ള കാര്യം പത്രോസ് ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ചിലർ താമസമെന്ന് വിചാരിക്കുന്ന പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിക്കുവാനായിട്ട് താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നേ. അപ്പൊ കർത്താവ് വരുവാൻ താമസിക്കുന്ന എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, സഭയുടെ അവസാനത്തെ വ്യക്തി വരെയും രക്ഷിക്കപ്പെടുവാനായിട്ട് കർത്താവ് കാത്തിരിക്കുകയാണ്. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, ജാതികളുടെ സംഖ്യ അത് പൂർണ്ണമാകുവോളം കർത്താവ് കാത്തിരിക്കുകയാണ്. തിമോഥെയോസിന്റെ 1-ാം ലേഖനത്തിൽ അതിന്റെ 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണമെന്നാണ് ദൈവത്തിന്റെ ഇഷ്ടം. ആ ഇഷ്ടം നിവർത്തിക്കുവാനാണ് കർത്താവ് കാത്തിരിക്കുന്നത്, ദൈവം കാത്തിരിക്കുന്നത്. അതായത് എല്ലാ മനുഷ്യരും രക്ഷിക്കപ്പെടണം എന്നുള്ള ആഗ്രഹത്തോടെ, ആ വാഞ്ചയോടുകൂടിയാണ് കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിക്കുവാനായിട്ട് താമസിക്കുന്നത് എന്നുള്ള കാര്യം പത്രോസ് ഓർമ്മിപ്പിക്കുകയാണ്. അതിനുശേഷം അതിന്റെ 10-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. അപ്പൊ കർത്താവിന്റെ ദിവസം കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോവുകയും ചെയ്യും. അപ്പൊ കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. ഇത് കർത്താവിന്റെ വരവിനെ സംബന്ധിച്ച് നമുക്കറിയാമല്ലോ. കർത്താവിന്റെ വരവിന് 2 ഘട്ടങ്ങളുണ്ട്. ഒന്ന്, കർത്താവ് സഭയെ ചേർക്കുവാനായിട്ട് മധ്യാകാശത്തിൽ വരുന്നതിനെ കുറിച്ചാണ്. അത് ഞാൻ പിന്നീട് അതിനെക്കുറിച്ച് വിശദീകരിക്കാം. രണ്ടാമത് നമുക്ക് കാണുവാൻ കഴിയുന്നത് കർത്താവ് സഭയുമായിട്ട് ഭൂമിയിലേക്ക് വരുന്നതിനെ കുറിച്ചാണ്. ഇങ്ങനെ കർത്താവിന്റെ വരവിന് അതായത് കർത്താവിന്റെ 2-ാം വരവിന് 2 ഘട്ടങ്ങളുണ്ട്. ഒന്ന്, കർത്താവ് തന്റെ സഭയെ, വിശുദ്ധന്മാരെ ചേർക്കുവാനായിട്ട് കർത്താവ് മധ്യാകാശത്തിൽ വരും. കർത്താവ് ഭൂമിയിലേക്ക് വരികയില്ല. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് കർത്താവ് തന്റെ വിശുദ്ധന്മാരുമായിട്ട് ഭൂമിയിലേക്ക് വരുന്നതിനെ കുറിച്ചാണ് പറയുന്നത്, സഭയുമായിട്ട് ഭൂമിയിലേക്ക് വരുന്നത്. ഇവിടെ ഇതിന്റെ 3-ാം അധ്യായത്തിന്റെ 10 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. ഇവിടെ കള്ളനെ പോലെ വരും എന്ന് പറഞ്ഞിരിക്കുന്നത്, കർത്താവ് ഈ കാര്യം മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. കർത്താവിന്റെ ദിവസം കള്ളനെ പോലെ വരുമെന്ന് പറഞ്ഞാൽ ആരും പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും കർത്താവിന്റെ വരവ് എന്നുള്ള കാര്യം കർത്താവ് പറയുകയാണ്. ഈ വാക്യങ്ങൾ ഇതിനോട് ബന്ധപ്പെട്ട വാക്യങ്ങൾ മുമ്പും നമുക്ക് പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 40 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുപോലെ ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 39-ാം വാക്യം, തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 2-ാം വാക്യം, തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 2-ാം വാക്യം, അതുപോലെ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 3-ാം വാക്യം, കൂടാതെ വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 15-ാം വാക്യം, ഇവിടെയൊക്കെ കർത്താവിന്റെ വരവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ എല്ലാ വാക്യങ്ങളും വായിക്കാനായിട്ട് സമയമില്ലാത്തതുകൊണ്ട് ഒരു വാക്യം വായിക്കട്ടെ. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: ഞാൻ കള്ളനെ പോലെ വരും, തന്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിക്കുവാൻ തന്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. അപ്പൊ കർത്താവ് വരുന്നത് കള്ളനെ പോലെ വരുമെന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് മനസ്സിലാകാത്ത, അല്ലെങ്കിൽ മനുഷ്യര് വിചാരിക്കാത്ത സമയത്ത് കർത്താവ് വരുമെന്നുള്ളതിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. കർത്താവിന്റെ വരവിനെ കുറിച്ച് ആ നിലയിൽ കർത്താവിന്റെ പുനരാഗമനം എന്ന സത്യം പത്രോസ് ഇവിടെ പറയുകയാണ്. അപ്പോൾ കർത്താവിന്റെ വരവ് കർത്താവ് കള്ളനെ പോലെ വരും എന്നുള്ള കാര്യം പത്രോസ് ഓർമ്മിപ്പിക്കുന്നു. ദ ഡേ ഓഫ് ദ ലോർഡ്, കർത്താവിന്റെ നാൾ, പ്രവചന ഗ്രന്ഥങ്ങളിൽ ധാരാളം ഉപയോഗിച്ചിട്ടുണ്ട്. യെശയ്യാ പ്രവചനം 13-ാം അധ്യായത്തിൽ നമ്മൾ അത് വായിക്കുന്നുണ്ട്. 13-ാം അധ്യായം 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. അതുപോലെ യോവന്റെ പ്രവചനം 2-ാം അധ്യായം 1-2 വാക്യം, 30-ാം വാക്യം, 31-ാം വാക്യം, സെഫന്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെയെല്ലാം നമ്മൾ വായിച്ചാൽ
കർത്താവിന്റെ നാളിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ കർത്താവിന്റെ നാൾ എന്ന് പറയുന്നത് അത് ന്യായവിധിയോടുള്ള ബന്ധത്തിലാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ദൈവം ന്യായവിധിക്കായിട്ട് ഭൂമിയിലേക്ക് വരുന്നതിനെ കുറിച്ചാണ് കർത്താവിന്റെ ദിവസം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് കർത്താവ് തന്റെ സഭയെ ചേർക്കും. സഭയെ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം 7 വർഷക്കാലം ഈ ഭൂമിയിൽ മഹാപീഡന കാലമായിരിക്കും. ആ മഹാപീഡന കാലത്ത് ജനങ്ങൾ അത് ആ 7 വർഷക്കാലം ശരിയായ നിലയിൽ ദൈവവചനം നമ്മൾ പഠിക്കുമ്പോൾ ഇസ്രായേലിനോടുള്ള ദൈവത്തിന്റെ ഇടപാടാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുവാനായിട്ട് നിർവാഹമില്ല. അങ്ങനെ 7 വർഷക്കാലം ഈ ലോകത്തിൽ മഹാപീഡന കാലമായിരിക്കും. അതിനുശേഷം കർത്താവ് 7 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് കർത്താവ് സഭയുമായിട്ട് ഭൂമിയിലേക്ക് വരുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് ഇവിടെ പത്രോസ് പറയുകയാണ്, യേശു കർത്താവ് വരുന്നത് ന്യായാധിപനായിട്ടും ഭരണാധിപനായിട്ടും ആയിരിക്കും ആ നാളുകളിൽ കർത്താവ് വരുന്നത്. അങ്ങനെ അത് കള്ളനെ പോലെ വരും എന്ന് പറഞ്ഞാൽ ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് വരുമെന്നാണ് ഇവിടെ പത്രോസ് പറയുന്നത്. അന്ന് ആകാശം പൊടിമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. ആകാശം എന്ന് വെച്ചാൽ ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന അന്തരീക്ഷം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ കൊടുമുഴക്കം എന്നതിന്റെ അർത്ഥം അന്തരീക്ഷത്തിൽ അനേക അസ്ത്രങ്ങൾ ചുറ്റുമ്പോൾ ഉണ്ടാകുന്ന ഉഗ്ര ശബ്ദം എന്നുള്ളതാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്. അതുപോലെ മൂലപദാർത്ഥങ്ങൾ അതായത് പൗരാണികൾ ജലം, ഭൂമി, വായു, അഗ്നി എന്നിവയാണ് മൂലപദാർത്ഥങ്ങൾ. ഇവയൊക്കെ എന്ത് ചെയ്യും? അതെല്ലാം കത്തി അഴിയും എന്നുള്ളത് ഇവിടെ പത്രോസ് പറയുകയാണ്. ആധുനിക സയൻസ് 100-ലധികം പ്രാകൃത മൂലവസ്തുക്കളും 15-ലധികം കൃത്രിമ മൂലവസ്തുക്കളെ കുറിച്ചും ഉണ്ടെന്ന് അംഗീകരിച്ചിരിക്കുന്നു. അതുപോലെ കൂടാതെ ഗ്രഹങ്ങൾ, പ്ലാനറ്റ്സ് എന്ന അർത്ഥവുമുണ്ട്. കത്തി അഴിയും, ഉഗ്രമായ ഊഷ്മാവ് കൊണ്ട് അത് കത്തി ചാമ്പലായി പോകും, ഒന്നുമില്ലാത്ത അവസ്ഥയിലായിത്തീരും എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. 1945-ൽ നാഗസാക്കിയിൽ ഇട്ട ആറ്റം ബോംബ് ഉരുക്ക് സ്തംഭങ്ങളെ വിദ്രവിപ്പിച്ച് ധൂമപടലമാക്കി മാറ്റിയ സംഭവം ഇത് ശരിവെക്കുന്നു. അപ്പൊ അങ്ങനെ ഈ ഭൂമിയിൽ കാണുന്ന സർവ്വതും നശിച്ചു പോകുവാനായിട്ട് പോകുന്നു. ഈ ഇന്ന് ലോകത്തിൽ കാണുന്ന സകലവും നശിച്ചു പോകും. ഭൂമിയും അതിലുള്ള പണിയും വെന്തുപോകും. ഇത് കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിന്റെ മുന്നോടിയായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇങ്ങനെ ഇവയൊക്കെയും അഴിയുവാനുള്ളതായിരിക്കാൽ ആകാശം ചുട്ടഴിയുവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുള്ള ദൈവിക ദിവസത്തിന്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരായിരിക്കണം. ഇതാണ് നമ്മെ പ്രബോധിപ്പിക്കുന്ന വിഷയം. പ്രിയമുള്ളവരെ, നമുക്കറിയാമല്ലോ ഇപ്പോൾ കർത്താവിന്റെ വരവ് ആസന്നമായിരിക്കുന്നു എന്നുള്ളത് ഇന്നത്തെ ലോക സംഭവങ്ങൾ നമ്മോട് വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, റഷ്യയും യുക്രൈനും തമ്മിലുള്ളതായ യുദ്ധം തുടങ്ങിയിട്ട് വർഷങ്ങൾ ആയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ ഇപ്പോൾ ഇസ്രായേലും ഹമാസും, ഇതെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിനോട് അനുബന്ധപ്പെടുത്തി കർത്താവ് പറഞ്ഞിരിക്കുമ്പോൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും ഭൂകമ്പങ്ങളെയും അതുപോലെ വ്യാധികളെയും ഒക്കെ കുറിച്ച് കേൾക്കുമ്പോൾ മനുഷ്യപുത്രന്റെ വരവ് സമീപമായിരിക്കുന്നു എന്നുള്ള കാര്യം കർത്താവ് തന്നെ പറഞ്ഞു. അപ്പൊ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇനി കാലം അധികം മുമ്പോട്ട് പോകാൻ കഴിയുകയില്ല. ഏതാണ്ട് കാലത്തിന്റെ അന്ത്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. കർത്താവിന്റെ വരവ് സമീപമായിരിക്കുകയാണ്. അതുകൊണ്ട് വിശ്വാസികളോടുള്ള ബന്ധത്തിൽ അപ്പോസ്തലനായ പത്രോസ് പറയുന്ന ഈ വാചകം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ ഇതെല്ലാം കത്തിയെഴിയുവാനുള്ളതായിരിക്കൊണ്ട് നിങ്ങൾ, 12-ാം വാക്യം, നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരായിരിക്കണം. ഇന്ന് വിശ്വാസികൾ പോലും വളരെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ജീവിതം എങ്ങനെ ഇരിക്കുന്നു? നമ്മുടെ കർത്താവിന്റെ വരവ് സമീപമായിരിക്കുകയാണ്. എപ്പോൾ വരുമെന്ന് നമുക്കറിഞ്ഞുകൂടാ. യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തിൽ കർത്താവ് വരുവാനായിട്ട് പോകുന്നു. അവിടെ പറയുന്ന നാം അവനെ കാണുന്നവരാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് യോഹന്നാൻ പറഞ്ഞിട്ട് പറയുകയാണ്. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം തന്നെ താൻ നിർമ്മലീകരിക്കണം. അപ്പൊ നമ്മുടെ ജീവിതത്തെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിനെ നോക്കി പാർക്കുന്ന വിശ്വാസികളായ നാം
നമ്മെ തന്നെ വിശുദ്ധ ജീവിതം ജീവിക്കേണ്ടത് ആവശ്യമാണ്. ഭക്തിയോടുകൂടെ, ദൈവഭയത്തോടുകൂടെ ജീവിക്കുക. ഇത് രണ്ടും ഇന്നത്തെ കാലഘട്ടത്തിൽ കാണുവാൻ കഴിയാത്ത ഒരവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. ഈ രണ്ട് കാര്യങ്ങൾ ഇന്ന് കാണുവാൻ കഴിയുന്നില്ല. എന്താണ്? വിശ്വാസവും വിശുദ്ധിയും കുറഞ്ഞിരിക്കുന്നു, ദൈവഭയവും കുറഞ്ഞിരിക്കുന്നു. വിശുദ്ധിയും കുറഞ്ഞിരിക്കുന്നു, ദൈവഭയമില്ല. ദൈവഭയമില്ലാത്ത ഒരു അന്തരീക്ഷം എത്ര ശോചനീയമായ ഒരു അവസ്ഥയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ നാം അവന്റെ വാഗ്ദത്തം നീതി വർഷിക്കുന്ന പുതിയ ഭൂമിയും പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. വിശുദ്ധന്മാരെ സംബന്ധിച്ച് ഒരു കാത്തിരിക്കുകയാണ്. അതിന്റെ 14-ാം വാക്യം, അതുകൊണ്ട് പ്രിയമുള്ളവരെ നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കുകയാൽ അവൻ നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ ദീർഘക്ഷമയെ രക്ഷ എന്ന് വിചാരിക്കുവിൻ. അതെ, നമ്മെ സംബന്ധിച്ച് കർത്താവ് ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് എന്താണ് ദൈവം കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്? അവൻ നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരായി. മുമ്പതിൽ പത്രോസ് പറയുകയാണ്, നിങ്ങൾ വിശുദ്ധ ജീവിതം ജീവിക്കണം. എത്ര ഭക്തിയുള്ളവരായിരിക്കണം. ഈ കർത്താവിന്റെ വരവ് സമീപമായിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ എങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞതിന് ശേഷം 14-ാം വാക്യത്തിൽ പറയുകയാണ്, അവൻ നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരായി. അപ്പോസ്തലനായ പൗലോസും അത് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മൾ എഫേസ്യ ലേഖനം വായിക്കുമ്പോൾ എഫേസ്യ ലേഖനത്തിന്റെ 5-ാം അധ്യായം 27-ാം വാക്യത്തിൽ പൗലോസ് ആ കാര്യം പറയുന്നുണ്ട്. സഭയോടുള്ള ബന്ധത്തിൽ കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യം. അതിന്റെ ആ വാക്യം ഞാനൊന്ന് വായിച്ചു കൊള്ളട്ടെ. 5-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം, കറ ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെ താൻ അവർക്ക് വേണ്ടി ഏൽപ്പിച്ചു. അതാണ് കർത്താവ് സഭയെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്താ കർത്താവ് സഭയെ കുറിച്ച് ആഗ്രഹിക്കുന്നത്? കറയും കളങ്കവും അവന്റെ സന്നിധിയിൽ നമ്മെ ചേർക്കുക. നമ്മെ സംബന്ധിച്ച് ദൈവത്തിന്റെ പദ്ധതിയിൽ ദൈവം ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു? നമ്മെ അവൻ പരിപൂർണരാക്കി. ദൈവത്തിന്റെ പദ്ധതിയിൽ അവൻ മുൻനിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് നമ്മെ തേജസ്കരിച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ കാര്യപരിപാടിയിൽ ആ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി കഴിഞ്ഞു. എന്നാൽ നമ്മൾ ഈ ഭൂമിയിൽ കർത്താവിന്റെ വരവരെയും ജീവിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ജീവിക്കണം? നാം കറയും കളങ്കവും ഇല്ലാത്തവരായി. അത് തന്നെയാണ് യൂദയുടെ ലേഖനത്തിലും നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്. നമ്മൾ വീഴാതെ വണ്ണം അവൻ നമ്മെ എന്ത് ചെയ്യുന്നു? 24-ാം വാക്യം, യൂദയുടെ ലേഖനം 24-ാം വാക്യം, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവൻ. അതെ, നമ്മെക്കുറിച്ച് കർത്താവിന്റെ ആഗ്രഹം അതാണ്. അവന്റെ സന്നിധിയിൽ നാം കളങ്കമില്ലാത്തവരായി ഇരിക്കുവാൻ. കറയും കളങ്കവും ഇല്ലാത്തവരായി എന്ന് പറഞ്ഞാൽ, കറ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ, വെള്ള വസ്ത്രത്തിന്മേൽ കാണുന്ന കറുത്ത അടയാളമാണ് കറ എന്ന് പറയുന്നത്. കളങ്കം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിന് അപമാനം വരുത്തുന്നതാണ്. അതൊന്നുമില്ലാതെ വിശുദ്ധീകരിക്കപ്പെട്ട കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന അനുഭവം. അതാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആ കാര്യത്തെക്കുറിച്ചാണ് പത്രോസ് ഇവിടെ പറയുന്നത്. നിങ്ങൾ കറയും കളങ്കവും ഇല്ലാത്തവരായി. അവർ നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് നമ്മെ കാണുവാൻ ഉത്സാഹിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. എങ്ങനെയാണ് അവൻ ആഗ്രഹിക്കുന്നത്? കറയും കളങ്കവും ഇല്ലാത്തവരായി നമ്മെ കാണുവാനായിട്ട് അവൻ ഉത്സാഹത്തോടെ കാത്തിരിക്കുന്നു എന്ന് മാത്രമല്ല, അവൻ കാത്തിരിക്കുകയാണ്, കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ ദീർഘക്ഷമയെ രക്ഷ എന്ന് വിചാരിക്കുവിൻ. അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് സംസാരിച്ചിരിക്കുന്ന സകല ലേഖനങ്ങളിലും എഴുതിയിട്ടുണ്ടല്ലോ. കർത്താവിന്റെ വരവിനെ കുറിച്ച്, അല്ലെങ്കിൽ കർത്താവിന്റെ സഭയെ എങ്ങനെ സ്നേഹിക്കുന്നു, എങ്ങനെ കാണുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് പൗലോസും എഴുതിയിട്ടുണ്ട് എന്നുള്ള കാര്യം പത്രോസ് ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ നമ്മൾ ദൈവവചനം വായിച്ചാൽ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തിൽ
നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ നമ്മെ ലോക സ്ഥാപനത്തിന് മുമ്പേ തെരഞ്ഞെടുത്തു. കൊലോസ്യ ലേഖനം 1-ാം 22-ാം വാക്യം. അവിടെയൊക്കെ പൗലോസ് ആ കാര്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പൗലോസ് എഴുതിയ കാര്യങ്ങളെ കുറിച്ച് പരിചയമുണ്ടായിരുന്നു. പത്രോസ് അത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പത്രോസ് ഈ കാര്യങ്ങൾ ഇവിടെ എടുത്തു പറയുന്നത്. അപ്പോൾ വിശ്വാസികളായ നമ്മുടെ ജീവിതം എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ഈ നാളുകളിൽ ചിന്തിക്കേണ്ടതാണ്. ഞാൻ ഇവിടെ അവസാനിപ്പിക്കട്ടെ. അതിന്റെ 17-18 വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിന്റെ കൺക്ലൂഷനിലേക്ക് നാം വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ, എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ മുമ്പ് കൂട്ടി അറിഞ്ഞിരിക്കുക കൊണ്ട് അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാതിരിക്കുവാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. നാം മറക്കരുത് നമ്മൾ എങ്ങനെ ആയിരിക്കണം, നമ്മൾ സൂക്ഷിച്ചു കൊള്ളണം എന്നിത്യാദി കാര്യങ്ങൾ പത്രോസ് ആവർത്തിച്ച് പറയുകയാണ്. എന്നിട്ട് പറയുന്നത് എന്താണ്? കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വളരുവിൻ, അവന് ഇപ്പോഴും എപ്പോഴും മഹത്വം. അപ്പൊ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിന് വേണ്ടി നമ്മൾ വളർന്ന് അവന്റെ കൃപയിലും പരിജ്ഞാനത്തിലും വളർന്ന് ക്രിസ്തുവിനോട് അനുരൂപപ്പെട്ട് ജീവിക്കുക. അതിനുവേണ്ടി നമ്മെ ഒരുക്കുക. നമ്മുടെ കർത്താവിന്റെ വരവ് സമീപമായിരിക്കുന്നു. കർത്താവിന്റെ വരവിന്റെ അടയാളങ്ങളൊക്കെ ഇന്ന് നാം ലോകത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കർത്താവ് വരും, അവന്റെ സന്നിധിയിലേക്ക് നമ്മെ ചേർക്കും. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം ലേഖനം അതിന്റെ 3-ാം അധ്യായം 18-ാം വാക്യം നാം വായിക്കുമ്പോൾ അവനോട് അനുരൂപമുള്ളവരായി തീരുക. അതാണ് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അവനോട് അനുരൂപരായി തീരുക. അപ്പം കർത്താവിന്റെ പദ്ധതി എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് ഓർപ്പിച്ച പോലെ റോമാലേഖനം 8-ാം അധ്യായം 29-30 വാക്യങ്ങളിൽ അവൻ മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. ദൈവത്തിന്റെ പദ്ധതിയിൽ നമ്മെ അവൻ തേജസ്കരിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് യോഹന്നാനും പറഞ്ഞിരിക്കുന്നത്, നാം ദൈവത്തിന്റെ മക്കളാകുന്നു, നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. യോഹന്നാന്റെ 1-ാം ലേഖനം അതിന്റെ 2-ാം അധ്യായം 3-ാം വാക്യം. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുന്ന പോലെ തന്നെ കാണുന്നവരാകൊണ്ട് അവനോട് സദൃശന്മാരാകും. അതെ, എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരത്തിന് മാറ്റം വരും. പൗലോസ് അപ്പോസ്തലൻ അത് പറഞ്ഞിട്ടുണ്ട്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 20-21 വാക്യങ്ങളിൽ അവൻ തന്റെ ശക്തിയാൽ നമ്മുടെ ഈ ബലഹീനമായ ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. എത്ര വിലയേറിയ ഒരു പ്രത്യാശയാണ് നമ്മുടെ കർത്താവ് നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. അങ്ങനെ കർത്താവ് നമ്മെ ചേർക്കുവാനായിട്ട് വരുന്നു. കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മെ ചേർക്കും. അതാണല്ലോ നമുക്കുള്ളത് പ്രത്യാശ. കർത്താവ് അതാണ് നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുന്നു. അങ്ങനെ കർത്താവ് നമ്മെ ചേർക്കുവാനായിട്ട് വരുന്നു. കർത്താവ് നമ്മെ ചേർത്ത് കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ വലിയ ഈ പത്രോസ് പറഞ്ഞ പോലെ ഇത് ചുട്ടഴിയപ്പെടും. ഈ ആകാശവും ഭൂമിയും ശുദ്ധീകരിക്കും. പിന്നെ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമി. അതാണ് നമ്മൾ വെളിപ്പാട് പുസ്തകം 20, 21, 22 അധ്യായങ്ങൾ വായിക്കുന്നത്. പുതിയ യെരൂശലേം. ആ പുതിയ യെരൂശലേം കർത്താവ് രാജാവായി വന്നിട്ട് കർത്താവ് ഈ ഭൂമിയിൽ 1000 വർഷം അവൻ നീതിയോടുകൂടെ ലോകത്തെ ഭരിക്കും. അതിനുശേഷം പുതിയ ആകാശവും പുതിയ യെരൂശലേമിലേക്ക് നാം എല്ലാവരും ചേർക്കപ്പെടുന്ന അവസ്ഥ. ആ ഒരു വലിയ പ്രത്യാശയാണ് ദൈവത്തിന്റെ വചനം നമുക്ക് നൽകുന്നത്. നമ്മൾ കർത്താവിനോട് കൂടെ എന്താണ് ചെയ്യാനായിട്ട് പോകുന്നത്? കർത്താവിന്റെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ, അതായത് യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 17-ാം അധ്യായം 24-ാം വാക്യത്തിൽ കർത്താവ് പ്രാർത്ഥിച്ചപ്പോൾ ഒരു വാചകം കർത്താവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: നീ എനിക്ക് തന്നിട്ടുള്ളവർ എന്നോടുകൂടെ ഇരിക്കണം. കർത്താവിന്റെ ആഗ്രഹം അതാണ്. കർത്താവ് ആ പ്രാർത്ഥനയിൽ ഇങ്ങനെയാണ് പറയുന്നത്: പിതാവേ, നീ ലോകസ്ഥാപനത്തിന് മുമ്പ് എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിനും ഞാൻ ഇരിക്കുന്നിടത്ത് അവരും എന്നോടുകൂടെ ഇരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. അത് എത്രയും പെട്ടെന്ന് നിവർത്തിയാകുവാനായിട്ട് പോകുന്നു. ആ കാലം അടുത്തിരിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിട്ടുണ്ട്: കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും
ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരം പ്രാപിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും. ഇങ്ങനെ നാം എപ്പോഴും അവനോട് കൂടെ ഇരിക്കും. എത്ര വിലയേറിയ പ്രത്യാശ ഇവിടെ കർത്താവ് നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നതാണ്. കർത്താവിന്റെ പ്രാർത്ഥനയിൽ കർത്താവ് വെളിപ്പെടുത്തിയിരിക്കുന്നതാണ്. എന്താണ്? നാം അവനോടുകൂടെ ഇരുന്ന് അവന്റെ മഹത്വം കാണും. ആ ദിവസം വിദൂരമല്ല പ്രിയമുള്ളവർ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രമപ്പെടുത്താം. നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രമപ്പെടുത്താം. എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ക്രമപ്പെടുത്തേണ്ടത്? ആ കാര്യങ്ങൾ ക്രമപ്പെടുത്തി കർത്താവിന്റെ വരവിനായിട്ട് നമുക്കൊരുങ്ങാം. നമ്മുടെ ജീവിതത്തെ കർത്താവെ, ആമേൻ, കർത്താവെ വരേണമേ എന്ന് പറയുവാൻ നമുക്ക് കഴിയണം. അതെ, നമ്മുടെ കർത്താവ് വരുന്നു. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം നാം വായിക്കുമ്പോൾ 3 പ്രാവശ്യം കർത്താവ് അവിടെ ആ അധ്യായത്തിൽ കാണുവാൻ കഴിയും, ഇതാ ഞാൻ വേഗം വരും. അതെ, കർത്താവ് വരും. കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മെ ചേർക്കും. പിന്നെ നാം പിരിയാത്തവരായി അവനോടുകൂടെ നിത്യകാലമായി. ആ വലിയ പ്രത്യാശയാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. പത്രോസും ആ കാര്യമാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. നാം വിചാരിക്കുന്ന പോലെ അവന്റെ വരവ് താമസിക്കുന്നില്ല. എല്ലാവരും രക്ഷിക്കപ്പെടുവാൻ അവൻ കാത്തിരിക്കുകയാണ്. പക്ഷെ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ച് അവൻ നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഇച്ഛിച്ചുകൊണ്ട് കാത്തിരിക്കുകയാണ്. കർത്താവ് ആ നിലയിൽ നമ്മൾ എങ്ങനെ ആയിരിക്കുന്നു? കർത്താവ് ആ നിലയിൽ ആഗ്രഹിക്കുന്നു. എന്നാൽ ഇന്ന് നമ്മൾ എങ്ങനെ ഇരിക്കുന്നു? നമ്മുടെ ജീവിതത്തെ പരിശോധിച്ച് നമ്മുടെ ജീവിതത്തിലെ കുറവുകള്, നമ്മുടെ ജീവിതത്തിലെ തെറ്റുകള്, നമ്മുടെ ജീവിതത്തിലെ പാപങ്ങള് ഏറ്റുപറഞ്ഞു ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെട്ട് വിശുദ്ധീകരിക്കപ്പെട്ട് കർത്താവായ യേശുക്രിസ്തുവിലുള്ള പ്രത്യാശയോടെ കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിന്റെ കാഹളധ്വനി കേൾക്കുവാനായിട്ട് ഇനി അധികം സമയമുണ്ടെന്ന് തോന്നുന്നില്ല. കർത്താവ് വരുവാനായിട്ട് പോകുന്നു. അവന്റെ വരവിനായി നമുക്ക് ഒരുങ്ങാം. ആമേൻ. കർത്താവെ വരേണമേ എന്ന് പറഞ്ഞ് അവന്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടുവാനുള്ള ഒരുക്കത്തോടുകൂടെ നമുക്ക് ജീവിക്കാം. അതിനായി നമ്മെ തന്നെ ഒരുക്കാം. ആ വിശുദ്ധ ജീവിതം ജീവിച്ച് കർത്താവിന്റെ വരവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഓരോ ദിവസവും നമുക്ക് ജീവിക്കാം. അതിന് വലിയവനായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അന്ന് കർത്താവ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ലോകത്തിലെ കഷ്ടത, രോഗം, കണ്ണുനീര്, നിരാശ, ദുഃഖമെല്ലാം മാറി നിത്യസന്തോഷം ശിരസിൽ വഹിച്ചുകൊണ്ട് നാം കർത്താവിനോട് കൂടെ ഇരുന്ന് അവന്റെ മഹത്വം എപ്പോഴും കാണും. അതാണ് നമുക്ക് നൽകിയിരിക്കുന്ന വലിയേറിയ പ്രത്യാശ. ആ പ്രത്യാശയെ പുതുക്കിക്കൊണ്ട് ഓരോ ദിവസവും കർത്താവിന്റെ വരവിനെ പ്രതീക്ഷിച്ച് പ്രത്യാശയോടെ ജീവിക്കുവാനായിട്ട് ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം.